ഹായ് ഓൾ. അപ്പോൾ ഇന്ന് നോമ്പ് തുറക്കുമ്പോൾ ആദ്യം കഴിക്കുന്ന ഈത്തപ്പഴം കൊണ്ട് ഒരു സ്പെഷ്യൽ റെസിപ്പി നമുക്ക് തയ്യാറാക്കാം. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ക്രിസ്പിയും ടേസ്റ്റിയുമായ ഡേറ്റ്സ് ഫ്രൈ ആണ് ഇന്നത്തെ റെസിപ്പി. ഈ റെസിപ്പി എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്നാൽ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഇതിന് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 15 ഡേറ്റ്സ് ആണ് എടുത്തിരിക്കുന്നത്. കുറച്ച് വലിയ ഡേറ്റ്സ് ആണ് എടുക്കേണ്ടത്, അതായിരിക്കും നല്ലത്. അത് ഞാൻ സഫാവി ഡേറ്റ്സ് ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നന്നായിട്ട് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ കുരു കളയണം. കുരു വളരെ സൂക്ഷിച്ച് വേണം എടുത്ത് കളയാനായിട്ട്. അതുപോലെ തന്നെ ഓരോ ഡേറ്റിൽ നിന്നും കുരു എടുത്ത് കളഞ്ഞിട്ടുണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തണം. കാരണം കുട്ടികളൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സൂക്ഷിക്കണം. ഒരു പാത്രത്തിൽ വെച്ചിട്ട് വേറൊരു പാത്രത്തിലോട്ട് ഇതുപോലെ കുരു മാറ്റി എടുത്ത് വെക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. പിന്നെ അതിൻ്റെ ഷേപ്പ് ഒന്നും മാറാതെ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. ഒന്ന് പ്രസ് ചെയ്ത് അതിൻ്റെ ഒറിജിനൽ ഷേപ്പിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിന് വേണ്ട മാവ് തയ്യാറാക്കാം. ടേബിൾ സ്പൂൺ ഗോതമ്പ്, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയുമാണ് ഞാൻ എടുക്കുന്നത്. ഇനി അതിന് പകരം നിങ്ങൾക്ക് 2 ടേബിൾ സ്പൂൺ ഗോതമ്പോ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ മൈദയോ കൂടെ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ചേർക്കാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ മാറ്റിയെടുക്കാവുന്നതാണ്. ഇനി അതിലേക്ക് ആവശ്യമുള്ള ഒരു നുള്ളു ഉപ്പ് മാത്രമാണ് ഞാൻ ഇടുന്നത്. ഇതിൽ പഞ്ചസാര ഞാൻ ഇടുന്നില്ല. ഡേറ്റ്സിന് ഓൾറെഡി മധുരം ഉണ്ടല്ലോ. മധുരമുള്ള ഡേറ്റ്സ് ആയതുകൊണ്ട് തന്നെ ഞാനതിൽ മധുരം ഇടുന്നില്ല. പിന്നെ വെള്ളം സാധാരണ റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളമാണ് ഒഴിക്കുന്നത്. ഓരോരോ ടേബിൾ സ്പൂണായിട്ട് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. വെള്ളം കൂടാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ളം കൂടിപ്പോയാൽ നമ്മുടെ ഡേറ്റ്സ് ഫ്രൈ മൊത്തം എണ്ണ കുടിച്ച് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിപ്പോവും. അപ്പോൾ അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കണം. എന്നിട്ട് ഞാൻ കണ്ടോ ഈ കറക്റ്റ് കുറച്ച് ഒഴിച്ചിട്ട് ആവശ്യത്തിന് കളറിന് വേണ്ടിയിട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കൂടിപ്പോകരുത്. മഞ്ഞൾപ്പൊടി ഒരു നുള്ളു മാത്രം. കളർ യൂസ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് യൂസ് ചെയ്യാം. ഞാനത് യൂസ് ചെയ്യാറില്ല കളറൊന്നും. അപ്പോൾ ഞാൻ എന്നിട്ട് ഇത്തിരി കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തു. കട്ടകളില്ലാതെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ ഒരു ഫോർക്കോ അല്ലെങ്കിൽ വിസ്കോ എടുക്കാവുന്നതാണ് കേട്ടോ. അത് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയേ ഉള്ളൂ. അതുകൊണ്ട് ഒരു ഫോർക്കിൻ്റെ ആവശ്യമേ ഉള്ളൂ. അത് മാറ്റി വെച്ചു. ഇനി ഇത് ഫെർമെൻ്റ് ഒന്നും ചെയ്യാനൊന്നും വെക്കണ്ട. ഉടനെ തന്നെ ഉണ്ടാക്കുവാണേ. ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയോ ഏത് ഓയിലാണോ നിങ്ങൾ എടുക്കുന്നത് അത് എടുക്കാവുന്നതാണ്. അതായത് ഈ ഡേറ്റ്സ് മുങ്ങിയിരിക്കുന്ന രീതിയിൽ 2 പ്രാവശ്യമായിട്ട് ഡേറ്റ്സ് വറുത്തെടുക്കാം നമുക്ക്. അപ്പോൾ അതിനുള്ള എണ്ണ ഒഴിച്ചാൽ മതി. ഒരുപാട് എണ്ണയൊന്നും വേണ്ട. ഇനി ഈ ഡേറ്റ്സ് എല്ലാം കൂടെ ഞാനിപ്പോൾ തന്നെ ആ മാവിലേക്ക് മിക്സ് ചെയ്ത് വെക്കുവാണ്. ഓരോന്നോരോന്നായിട്ട് അതിലേക്ക് മുക്കിയെടുക്കുന്നില്ല. അതിന് പകരം മൊത്തത്തിൽ അങ്ങ് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. ഇപ്പോൾ തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുമല്ലോ. എണ്ണ വളരെ പെട്ടെന്ന് തന്നെ ചൂടായി വരുമല്ലോ. എണ്ണ ചൂടായി വരുന്നുണ്ടെന്ന് അറിയാനായിട്ട് നമ്മൾ ഈ മാവിൽ നിന്നും ഒരു തുള്ളി മാവ് എടുത്തിട്ട് വെളിച്ചെണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് പൊങ്ങി വരുന്നുണ്ടെങ്കിൽ അത് വെന്തു എന്നാണല്ലോ, ചൂടായി എന്നാണല്ലോ. അപ്പോൾ അത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അത് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഓരോരോ ഡേറ്റ്സ് ആയിട്ട് ഇട്ട് കൊടുക്കാം. പക്ഷേ അത് ഇടുമ്പം തമ്മിൽ മുട്ടാതെ വേണം ഇട്ട് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഷേപ്പൊക്കെ മാറിപ്പോവും. അപ്പോൾ അതുകൊണ്ട് കുത്തി നിറച്ച് അതിലിട്ട് കൊടുക്കരുത്. 4-5 എണ്ണം വെച്ചിട്ട് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഞാൻ ഇതിൽ കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട്. ഇത്രയും ഇടണമെന്നില്ല കേട്ടോ. ഒരു 4-5 എണ്ണം വെച്ചിട്ട് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ആയി കിട്ടുമല്ലോ. പിന്നെ കുറച്ച് അടിഭാഗത്ത് വെന്ത് കഴിഞ്ഞു എന്ന് അറിയുമ്പോൾ നമ്മളൊന്ന് ഒരു സൈഡ് വെന്തു എന്ന് കാണുമ്പോൾ മറു സൈഡിലേക്ക് മറിച്ചിടാൻ മതി. മറിച്ചിട്ടിട്ട് തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഏതെങ്കിലും വേവാത്തതൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് തിരിച്ചു മറിച്ചു ഇട്ട് കൊടുക്കണേ. പിന്നെ ലോ ഫ്ലെയിമിലോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലോ വേണം ഇത് വെക്കാനായിട്ട്. ഒരുപാട് ഹൈ ഫ്ലെയിമിലിട്ട് വെക്കരുത് കേട്ടോ. കരിഞ്ഞു പോകും, ഉള്ളിൽ വേവുകയില്ല. ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. പെട്ടെന്ന് തന്നെ ആയി കിട്ടുന്നുണ്ട് ഡേറ്റ്സ് ഫ്രൈ. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഇത് കഴിക്കാൻ നല്ല ക്രിസ്പിയും ആയിരിക്കും കേട്ടോ. അപ്പോൾ അത് ആയി വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു കളറാകുമ്പോൾ വേണം കോരി എടുക്കാനായിട്ട്. നല്ല കളറായിട്ടുണ്ട്. ഇനി ഒരുപാട് മൊരിഞ്ഞ് ബ്രൗണൊന്നും ആവണ്ട. ഇതുപോലെ ആകുമ്പോഴത്തേക്കും നമുക്ക് കോരിയെടുത്ത് മാറ്റി വെക്കാം. പിന്നെ ടിഷ്യൂ പേപ്പറിൽ വേണമെന്നുണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പറിൽ ഇട്ട് വെക്കാം. പക്ഷേ ഇതിനധികം എണ്ണ കുടിക്കാത്തതുകൊണ്ട് ഞാൻ വെറുതെ പ്ലേറ്റിലേക്ക് കോരി എടുക്കുകയാണ് ചെയ്തത്. കാരണം എണ്ണയൊന്നും അധികം കുടിച്ചിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് കടായി കാണുമ്പോൾ മനസ്സിലാവും. എല്ലാം റെഡിയായി കഴിഞ്ഞു. ഞാൻ 2 സെറ്റും റെഡിയാക്കി കഴിഞ്ഞു കേട്ടോ, പെട്ടെന്ന് തന്നെ. ഇനിതാ നമുക്ക് നോക്കാം. അപ്പോൾ എത്ര പെട്ടെന്നാണ് നമ്മുടെ ഡേറ്റ്സ് ഫ്രൈ റെഡിയായത്. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. അതുപോലെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ ഇനി ഒരു പുതിയ റെസിപ്പിയായിട്ട് ഞാൻ വീണ്ടും വരാം. Thank you. Have a good day.